പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളിലുള്ളത് പല പല വിഷയങ്ങളാണെങ്കിലും ഈ കുരിയാട് ദേശീയപാത ഇടിഞ്ഞു തകർന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് അതാണ് മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ലീഡായിട്ടുള്ളത്. അതിനു മുൻപ് മലയാള മനോരമ മനോഹരമായ ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ അതെ പായക്കപ്പലിന്റെ വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നലെ. യാത്രയിലുടനീളം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴൊക്കെ നമ്മൾ ആ വാർത്ത കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇത്രേ ഉള്ളൂ. നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡറായ നമ്മളുടെ രൂപയും പിന്നെ ദില്ലയും അങ്ങനെ സാഗർ പരിക്രമണം പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുന്നു. മഡ്ഗാവിൽ വെച്ച് നമ്മളുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്ക് കൈകൊടുക്കുന്ന ദൃശ്യമാണ് മലയാള മനോരമ ഹായ് ദിൽ രൂപ എന്ന തലക്കെട്ടിൽ സമുദ്രചാർത്തി ഇന്ത്യൻ വനിതകൾ ഇന്ത്യൻ വനിതാ നാവികർ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രാധാന്യമുള്ളത്. ഒന്ന്, ഇങ്ങനെ വനിത ചുറ്റുന്ന ലോകം ചുറ്റുന്ന ആദ്യത്തെ വനിതാ ജോഡിയായിട്ട് മാറുകയാണ്. സാഗരം ചുറ്റുന്ന ആദ്യത്തെ വനിതാ ജോഡിയായിട്ട് മാറുകയാണ് ദിൽനയും രൂപയും എന്നുള്ളത്. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്നറിയാമോ? 47,480 കിലോമീറ്ററാണ് പായക്കപ്പൽ. 47,480. ശ്രുതിക്ക് മനസ്സിലേക്ക് ആലോചന അല്ലേ? ഇതൊക്കെയാണ് ജീവിതം. പായക്കപ്പലെടുത്ത് കടലിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ അഭിമാന തീരമണിഞ്ഞ വനിതാ നാവികർക്ക് രാജ്യത്തിന്റെ ഹൃദയാഭിവാദ്യം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. സാഗര പരിക്രമണം പൂർത്തിയാക്കിയ നാവികസേന ലഫ്റ്റനന്റ് കമാൻഡർമാരായ കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശി കേദിലെയും പുതുച്ചേരിയിൽ നിന്നുള്ള രൂപയും ഇന്നലെ വൈകിട്ട് 5:21 മഡ്ഗാവിലെ മോൾജെട്ടിയിൽ ഇന്ത്യൻ തീരം തൊട്ടു. എത്ര ദിവസം എന്നറിയുമോ? 238 ദിവസം അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ എന്ത് സാർത്ഥകമായിരിക്കുമല്ലേ? എത്രയെത്ര പ്രതികൂലമായ കാലാവസ്ഥകളെ അതിജീവിച്ചാണ് അവരെത്തിയത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നത്. അതിനോടൊപ്പം തന്നെ മനോരമ ദേശീയപാതയിൽ പിഴവ് സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എന്ന വാർത്ത തെറിപ്പിച്ചു എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രൊജക്ട് ഡയറക്ടർക്ക് സസ്പെൻഷൻ, സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു. മലപ്പുറം ജില്ലയിലെ കുരിയാട്ട് ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയ ഉദ്യോഗസ്ഥർക്കെതിരെ ദേശീയപാത അതോറിറ്റിയുടെ കടുത്ത നടപടി. പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും ചെയ്തു. പാർലമെന്റിന്റെ അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഹാജരായി വീഴ്ച സംബന്ധിച്ചതിന് പിന്നാലെയാണ് നടപടി. നിലവിലെ നിർമ്മാണം പൂർണ്ണമായി പൊളിച്ച് മേൽപ്പാലം പണിയും വയാഡക്ട് പണിയാൻ പോകുന്നു. എംബാങ്ക്മെന്റ് അല്ല, ഇനി വയാഡക്ട് വരാൻ പോകുന്നു. അതും കമ്പനിയുടെ പൈസയിൽ. അത് ചെറുതല്ലാത്ത കാര്യമാണ്. KNR കൺസ്ട്രക്ഷൻസിലും തിരിച്ചടിയാണ്. ഈ NHAയിലെ പ്രൊജക്ട് ഡയറക്ടർക്ക് സസ്പെൻഷൻ, സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടിരിക്കുന്നു. വളരെ ഗൗരവമായ വിഷയമായിട്ടാണ് അത് കണ്ടിരിക്കുന്നത്. PSCക്ക് റിപ്പോർട്ട് നൽകണം. ദേശീയപാത തകർന്ന സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ നേരിട്ടുള്ള പരിശോധനയും വിദഗ്ധരുടെ സാങ്കേതിക പരിശോധനയും ആവശ്യമാണെന്നും PSC കമ്മിറ്റി, KC വേണുഗോപാൽ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വളരെ നിർണായകമായ തീരുമാനമാണ് എടുത്തത്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ ആദ്യ പേജിൽ നൽകുന്നത്. ഇനി മാതൃഭൂമിയിൽ വന്നാലും ദേശീയപാത നിർമ്മാണം പാളി, ഇതാണ് പ്രധാനപ്പെട്ട ലീഡ്. DPR-ലടക്കം ഭാഗം മണ്ണിന്റെ ഘടന തിരിച്ചറിഞ്ഞുള്ള നിർമ്മാണം നടന്നില്ല. അതായത് ദേശീയപാത അതോറിറ്റി പോലുള്ള ഒരു സ്ഥാപനത്തിന് ആ പ്രദേശം പഠിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ അതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ദേശാഭിമാനിയുടെ പ്രധാന മാത്രമല്ല, അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 1000 രൂപയും സൗജന്യ റേഷനും. കാരണം കുറച്ചു കാലം കടലിൽ പോകാൻ പറ്റിയില്ല, അതിജീവനം മുടങ്ങിയ സാഹചര്യമുണ്ട്. ദേശാഭിമാനിയിൽ ലീഡ് കപ്പലപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കേരളം. കപ്പൽ പൂർണ്ണമായും കേരള തീരത്തു നിന്ന് മാറ്റാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമത്തിലേക്ക് എത്തിയാൽ ദേശീയപാതയുടെ തകർച്ച പാളിച്ച നടപടി എന്ന തലക്കെട്ടിൽ കൊടുക്കുന്നുണ്ട്. കപ്പലപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച വാർത്ത അത് പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തികാഘാതം കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ പ്രത്യേക ദുരന്തമായി തന്നെ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 6 കിലോ അരിയും 1000 രൂപയും കിട്ടുന്നു എന്ന വാർത്ത ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ഒപ്പം കോവിഡ് മുൻകരുതലും ജാഗ്രതയും വേണം എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും വലിയ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകുന്നു. കൊച്ചിയിൽ വഞ്ചി മറിഞ്ഞ് 2 പേരെ കാണാതായി എന്ന വാർത്തയും മാധ്യമം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. കുമ്പളത്തെ കാണാതായത് മത്സ്യത്തൊഴിലാളിയെ മറ്റൊരാൾ രക്ഷപ്പെട്ടു. ചെറായിയിൽ അപകടത്തിൽപ്പെട്ടത് വിനോദത്തിന് വഞ്ചി തുഴഞ്ഞ സംഘമാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദുവിലേക്ക് എത്തിയാൽ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട വാർത്തയുള്ളത് മേജർ സെറ്റ്ബാക്ക് ഫോർ ട്രംപ് as US court blocks tariff. The Court of International Trade says EPA does not confer unbounded authority on the US president to impose tariff. White House
ഹൗസ് അപ്പീൽസ് അഗെയിൻസ്റ്റ് വാട്ട് ഇറ്റ് കോൾഡ് ബ്ലാറ്റന്റ്ലി റോങ് റൂളിംഗ്. ഡൊണാൾഡ് ട്രംപിന്റെ മൊത്തം തിരിച്ചടികളുടെ സമയമാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുന്നു. ഇപ്പോൾ ഇതാ ആ താരിഫ് യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് അവിടുത്തെ ഫെഡറൽ അതിൽ നമുക്ക് ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു ട്രംപ്. അതിപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ കോടതി നടപടി സ്റ്റേ ചെയ്തു. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരമാണ് അതല്ലേ. അപ്പോൾ എന്തായാലും അത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേ ഒരു ആശ്വാസകരമായ കാര്യമാണെങ്കിലും കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് ഒരു കാരണവശാലും അങ്ങനെ ഒരു എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. താരിഫ് യുദ്ധം നടത്താൻ പറ്റിയ ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം ഡൊണാൾഡ് ട്രംപിനില്ല എന്നുള്ളതാണ്. എന്നാലും ഈ വിഷയത്തിൽ ഇനി നടക്കാൻ പോകുന്നത് നിയമയുദ്ധമാണ്. ഇന്ത്യ ഹോപ്സ് US വിൽ ക്ലിയർ വിസാസ് ഓൺ മെറിറ്റ്. നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം അവിടെ പോയി പഠിക്കുന്നതിനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഗൗരവത്തിലാണ് പരിഗണിക്കുന്നത്. അമേരിക്കയുമായി ചർച്ച തുടരുന്നു. ഇന്ത്യയിലെ മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വാർത്തയെ ദ ഹിന്ദു ആദ്യ പേജിൽ നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് എനിക്കൊന്ന് മാതൃഭൂമിയിലെ മറ്റു വാർത്തകളെയാണ്. ഇതിനകത്ത് ഇതല്ലാതെ അൻവറിന്റെ വാർത്തയുണ്ടല്ലോ. അൻവറിന്റെ വാർത്ത ആദ്യ പേജിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അൻവർ വഴങ്ങിയാൽ അംഗത്വം എന്നാണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. അൻവർ വഴങ്ങിയാൽ അംഗത്വം. ദേശാഭിമാനിയിൽ അത് സംബന്ധിച്ച് ഒരു ചെറിയൊരു വാർത്തയുണ്ട്. LDF സ്ഥാനാർത്ഥി ഉടൻ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ അൻവറിനെ ആദ്യ പേജുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയെന്ന് വെച്ചാൽ വലിയ പ്രാധാന്യമില്ല. ആദ്യം കൊടുത്ത പ്രാധാന്യം ഇപ്പോഴില്ല. അതെ. അപ്പം യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് തന്നെ ആ പ്രാധാന്യം ആ അർത്ഥത്തിലേ കൊടുക്കുന്നുള്ളൂ മാധ്യമങ്ങൾ. 10 മാസം അതാണ് കാര്യം. എല്ലാവരും ആ ഒരു രീതിയിലല്ലേ അത് കാണുന്നുള്ളൂ. എനിക്കൊന്നു പ്രവേശനോത്സവത്തിൽ അത് ഇന്നലെ ഭയങ്കര വൈറലായ ഒരു ദൃശ്യമായിരുന്നു ആ കുട്ടി ആ പാട്ട് പാടുന്നതും. അപ്പോൾ തലക്കെട്ട് എങ്ങനെയാണ്? പ്രവേശനോത്സവം ഈ പാട്ടിൽ ഭദ്രം. അത് അങ്ങനെയാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. വാർത്ത എങ്ങനെയാണ്? കവിതകളെ പ്രണയിക്കുന്ന ഭദ്രഹരിയുടെ ഗാനം സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ വരവേൽക്കാൻ കേരളക്കരയാകെ മുഴങ്ങും. ആ ഗാനം എങ്ങനെയാണ് കേട്ടോ? മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന വരികളുടെ വിരൽത്തുമ്പ് പിടിച്ചാണ് ഇക്കുറി സ്കൂൾ പ്രവേശനം. ഭദ്രയുടെ ഈ കവിത കേട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പ്രവേശിക്കും. എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. കുട്ടിക്ക് കൊടുത്തിരുന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. ആ മന്ത്രിമാരുടെ ഒക്കെ അടുത്ത് ഇതൊക്കെ ആലപിക്കാന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് സന്തോഷം. അത് വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 8 ജില്ലകളിൽ അവധിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശക്തമായ മഴ കാരണം കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. MG സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മഴ മുന്നറിയിപ്പുകളും പത്രത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളും. തത്സമയം നമ്മളുടെ മഴ വാർത്തകളും തിരഞ്ഞെടുപ്പ് വാർത്തകളും മറ്റു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തകളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ സുഡു വാർത്തകളിലേക്ക് സ്റ്റുഡിയോയിൽ റെഡ് അലേർട്ടാണ്. താങ്ക് യു സുധി, താങ്ക് യു വെങ്കി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.